ഈ പറയുന്നത് ഇത് ഓരോന്നും കേൾക്കുമ്പോൾ എനിക്ക് തന്നെ എത്ര വേദനയാണ് നമുക്ക് തോന്നുന്നത്. ആ ഒരു നിമിഷം നിങ്ങൾക്ക് കാണില്ല എന്ന് വിചാരിച്ചിരുന്നു, എന്നിട്ട് കണ്ടു, എന്നിട്ട് ആ ഒരു ശബ്ദം അത് നിങ്ങൾ കേട്ടു. കേൾക്കാന്നൊക്കെ പറയണത് അത് ആത്മാവിന്റെ നമ്മൾ ആ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെയാണ്. അതെ, ആ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം എന്തോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അതാ പറഞ്ഞത്, അത് തോന്നിയതായിരിക്കാം. നിങ്ങൾക്ക് കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് ആ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് അടുത്തത് നിന്നിരുന്നത്. സത്യം. അപ്പൊ ഒരുപക്ഷെ നിങ്ങളത് ഫീൽ ചെയ്തതായിരിക്കാം ആ ഒരു ഇത്. അതെ. പക്ഷെ അതൊക്കെ ഇന്നും ആ ഒരു പെയിനും നിങ്ങളന്ന് ഗോ ത്രൂ ചെയ്തതും, രേണുവിനും എത്ര യങ്ങാ, എത്ര ഏജ് ഉണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ. ഇതൊക്കെ ഇപ്പൊ എത്രത്തോളം സ്ട്രോങ് ആവണം അതെ, നിങ്ങളൊക്കെ. അതെ. അതാണൊരു നമ്മളെപ്പോലെ വല്ലാത്തൊരു. വിഷമം അനുഭവിക്കുന്നവർക്ക് പറയാനുള്ള അതേ ഉള്ളൂ എനിക്ക് അവരുടെ അടുത്ത്. എന്ത് വന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പം മക്കളില്ലാതിനും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ഇങ്ങനെയുള്ളവർ, വിധവ ആയിട്ടുള്ളവർ. ചേച്ചി എങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത്, ഞങ്ങൾക്ക് പറ്റുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ചിലവരൊക്കെ പറഞ്ഞു ശരിയാണ്. ചിലവരെന്നെ ഇങ്ങോട്ട് പറയും, അതിന് മുന്നേ ഒക്കെ ഒരുപാട് ഇച്ചിരി ഏജുള്ള ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത്, മോളെ ഇങ്ങനെ തന്നെ മുന്നോട്ട് വന്ന് നമ്മുടെ കൂടെ അവരുണ്ട്. ഇങ്ങനെയുള്ളവരെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും, ചേച്ചിയുടെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തി, ചിലവർ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നൊക്കെ പറഞ്ഞയക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും തല പോയ കേസ് വന്നാൽ നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറയും. നമ്മൾ ജീവിച്ച് കാണിക്കണം. നമ്മൾ ക്രിസ്ത്യൻ രീതിയെ വിശ്വസിക്കുന്ന, നമ്മളെ കർത്താവ് വിളിക്കുന്ന സമയം വരെ നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്ത് ജീവിക്കണം. രേണു വളരെ ബോൾഡാണ്, അതുകൊണ്ടാണ് രേണുവിന് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടി ഉള്ളപ്പോൾ രേണു എന്നുള്ള വ്യക്തി അതായതുകൊണ്ട് രേണുവിന് അത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. ഇപ്പൊ രേണു തൊട്ടു മുന്നേ പറഞ്ഞു, രേണുവിന് ആ മരിച്ചു കിടക്കുന്ന സുധിയുടെ ആ ഒരു മുഖം ഉറങ്ങിക്കിടക്കുന്നതായിട്ടാ തോന്നുന്നത്. അത് ഇന്നും മനസ്സിലുണ്ട്, ഒരിക്കലും നമ്മൾ ആരും അത് മറക്കില്ല. ഇല്ല. പക്ഷെ എന്നാലും സുധി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സുധി എന്നുള്ളൊരു വാക്ക് മനസ്സിലേക്ക് വരുമ്പോഴോ ആ മുഖമാണോ, അതോ ഇങ്ങനെ ഈ ചിരിച്ച മുഖമാണോ, വാവക്കുട്ടിയെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ മുഖമാണോ രേണുവിന്റെ മനസ്സിൽ? എന്ന് പറയുന്നത് വിളിക്കുന്നതാണ് ആ ഒരു അതാണ് മുഖവും ഇപ്പോഴും. ആ ഒരു ചിരി, എപ്പോഴും ചിരി. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണ് എന്നെ ശരിക്കും വഴക്ക് പറയുന്നത്. ഞാൻ കഴിക്കുന്ന കുറവായതുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്ക് പറയും. അതല്ലാണ്ട് ആള് ദേഷ്യപ്പെട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ട് നമ്മുടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും, ഭാര്യ ഭർത്താവ് എന്നുള്ളത്, അത് 5 മിനിറ്റ് പോലും നീണ്ടു നിൽക്കത്തില്ല. അന്നേരം മിണ്ടും, ഇങ്ങോട്ട് വന്ന് മിണ്ടും, ആവട്ടെ മിണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മിണ്ടും. പെട്ടെന്ന് പിണക്കം മാറ്റുന്ന ഒരാളായിരുന്നു. അത് തന്നെ. ഓക്കെ. ഞാൻ വേറെ കുറെ പേരുടെ ഒരു അനുഭവം ഞാൻ കേട്ടിരിക്കുന്ന വെച്ച് ചോദിക്കാണ്. ഇങ്ങനെ പെട്ടെന്നൊരു ആക്സിഡന്റൽ ഡെത്ത് വരുന്ന ആൾക്കാർ കുറച്ച് പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ മുൻകൂട്ടി എന്തോ അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഇതുപോലെ ഒരു വിളി പോലെ, ഞാനിതാ പോവാറായിന്നോ, പെട്ടെന്ന് വേറൊരു വൈകാരികയോ ക്ഷീണമോ ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല, എനിക്കെന്തോ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബാക്കി പെൻഡിങ് ഉള്ള കാര്യം അവർ നമ്മളെപ്പോലെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇതേ എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ, തിങ്സ് ടു ഡു, എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, എങ്ങാനും എനിക്ക് വല്ലതും പറ്റിയാൽ നീ ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണേ എന്ന് ചിലർ പറഞ്ഞു. എനിക്ക് നന്നായിട്ട് അറിയുന്ന കുറെ പേര് അങ്ങനെ പറഞ്ഞു വെച്ചവരുണ്ട്. ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ചില ആൾക്കാർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നണടി, അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ശരിക്കും? ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു മരിക്കുന്നതിന് അത് കുറച്ച് ദിവസം മുന്നേ ആണ് ഇന്നസെന്റ് ഏട്ടൻ മരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കാണുവാ, ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുക വേട്ട. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? ഇല്ല വാട്ടാ, ഭയങ്കര വിഷമം, ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ, ഭയങ്കര വിഷമാ. ഇങ്ങനെ അല്ലാടി വാട്ടെ, ഇപ്പം നടന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ എന്തുവാട്ടാ ഇങ്ങനെ, കുറച്ച് നേരമല്ല കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പം കുറേ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെ നോക്കി നിൽക്കുക, അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പം ഇനി നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തുവാട്ടാന്ന് ചോദിച്ചു. വാവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ, ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത്, അപ്പോഴും ഞാനും പ്രായമാവുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ, ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും, അപ്പം ഞാൻ ഓർത്ത ഏട്ടൻ വേറെ ശ്രദ്ധയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എനിക്കിട്ട് തന്നെ നോക്കും ഏട്ടൻ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, ഇതെന്നെ പതിവില്ല, അതെന്നെ പറ്റി? ഇല്ല വാവട്ടാ, കല്യാണം കഴിക്കണ്ട കേട്ടോ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം ഞാൻ എത്ര ദിവസങ്ങൾക്ക് മുന്നേ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യമാണ്. ആ, ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം. അപ്പം ഞാനത് പലരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറയാം, കല്യാണം കഴിക്കണ്ട കേട്ടോ, അവിടെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, കല്യാണം കഴിക്കത്തില്ല എന്ന്. പിന്നെ എന്നോട് ചോദിക്കുക, അന്നാ ആവട്ടെ ചെറുപ്പമല്ലേ, ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കട്ടെ, കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു ഓടിച്ച്, ഞാൻ പറഞ്ഞു പൊക്കോ എന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞാൽ വിട്ട്. അതിനും ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും മെയ് 19 ബർത്ത്ഡേ ഏട്ടൻ്റെ, ജൂൺ 5 മരിക്കുന്നത്. ബർത്ത്ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷമായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ.
അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു, എടാ കിച്ചു വാവുട്ടാ, ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ, ഇവൻ ഞാൻ തന്നെ കേട്ടോ, ഇവൻ വാവുട്ടേന്ന് നിന്നെ വിളിക്കും, ഇവൻ ഞാൻ തന്നെ ആടി. ഞാൻ സൂചിച്ചുകൊണ്ട് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നത്. അതുപോലെ ബോട്ടപകടം, ആ സമയത്ത് ഒരു ബോട്ടപകടം നടന്നു. ഇത് കണ്ടിട്ട് എന്നോട് പറയാ, എൻ്റെ വാവക്കുട്ടെ എങ്ങനെ മരിച്ചാലും അപകടത്തിൽ, കാർ അപകടം, ബോട്ടപകടം, ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ബോട്ടിലൊന്നും കയറുകയും ചെയ്യില്ല, അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല, എനിക്ക് ഭയങ്കര പേടിയാവും കുട്ട.